നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 5/6/2026 വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കും. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളൊരു ആഗ്രഹിച്ച ഒരു വിലയിലോട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് റബ്ബർ വില 300 രൂപയിലോട്ട് പുറത്ത് കടന്നിരിക്കുകയാണ്. 300-ലും പുറത്ത് കടന്നിരിക്കുകയാണ് റബ്ബർ വില. അപ്പോൾ വിദേശത്ത് വില കുതിച്ച് കയറിയപ്പോൾ നമ്മുടെ കേരളത്തിലും ഇനിയും വില കുതിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലും വർധനവുണ്ട്, കർണാടകയിലും വില കുതിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആദ്യം വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 302 രൂപ 74 പൈസ. RSS2ന് 1 കിലോയ്ക്ക് 300 രൂപ 98 പൈസ. RSS3ക്ക് 1 കിലോയ്ക്ക് 299 രൂപ 36 പൈസ. RSS4ന് 1 കിലോയ്ക്ക് 298 രൂപ 48 പൈസ. RSS5ന് 1 കിലോയ്ക്ക് 298 രൂപ 4 പൈസ. ഇതാണ് വിദേശ വില. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 258 രൂപ, 4ന് 257 രൂപ 50 പൈസ, 5ന് 250 രൂപ, ലോട്ടിന് 215 രൂപ, ഒട്ടുപാൽ 151 രൂപ വരെ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 263 രൂപ, RSS5ന് 1 കിലോയ്ക്ക് 260 രൂപ, ISNR 20ക്ക് 1 കിലോയ്ക്ക് 210 രൂപ, ലാറ്റക്സ് 60%-ന് 168 രൂപ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCL ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 154 രൂപ, 60% DRCL ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 115 രൂപ 50 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 255 രൂപ, ലോട്ട് 1 കിലോയ്ക്ക് 214 രൂപ മുതൽ 219 രൂപ വരെ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 230 രൂപ, ഫാക്ടറി വില 240 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 11,500 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ള ബാരലിന് 13,800 രൂപ, 35% DRC ഉള്ളതിന് 16,100 രൂപ, 40% DRC ഉള്ളതിന് 18,400 രൂപ. ഇപ്പോൾ 40% DRC ഒക്കെ കിട്ടുന്നുണ്ട്. അതാണ് 40% DRCയുടെ വില പറയാൻ കാരണം. ഇനി അങ്ങോട്ട് കുറച്ച് ഉൽപ്പാദനം കൂടുമ്പോൾ പാലിന് കട്ടി കുറയും. അപ്പോൾ 35-ലൊക്കെ നിൽക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ 40% വരെയൊക്കെ കിട്ടുന്നവരുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 255 രൂപ, RSS5ന് 1 കിലോയ്ക്ക് 252 രൂപ, ISS 1 കിലോയ്ക്ക് 209 രൂപ 50 പൈസ മുതൽ 210 രൂപ വരെ. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRCL ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 136 രൂപ മുതൽ 150 രൂപ വരെ. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS4നും 5നും ISNR 20ക്കും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലാറ്റക്സ് 60%-ന് 1 രൂപ 5 പൈസ വർദ്ധിച്ചിട്ടുണ്ട്. ലൂസിന് 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലോട്ടിന് 1 കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS4നും 5നും ISSനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കർണാടക വില നോക്കിക്കഴിഞ്ഞാലും RSS3ക്കും 4നും 5നും ലോട്ടിനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റെക്കോർഡ് വർധനവാണ്. 302 രൂപയാണ് RSS1ന് കൂടിയിരിക്കുന്നത്. റെക്കോർഡ് വിലയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിദേശത്ത് ആദ്യമായിട്ടാണ് ഈ 300 രൂപയിൽ പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാം. നമ്മുടെ റബ്ബർ വില, കേരളത്തിലെ റബ്ബർ വിലയും 300 കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥനയിലൂടെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. നമ്മൾ മഴയില്ലായിരുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ പെരുമഴ തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ റബ്ബർ വില വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും ഇപ്പോൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വില കൂടിയെങ്കിലും പലർക്കും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ ടാപ്പിംഗ് തുടങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത്രയേറെ കാട് കിടക്കുന്നുണ്ട്, കാട് വൃത്തിയാക്കണം. അപ്പോൾ പലവിധ ജോലികളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ റബ്ബർ വില കുറയാതിരുന്നാൽ മതിയായിരുന്നു. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കും മറ്റ് സാധനങ്ങളുടെ വില എന്താ പറയാത്തതെന്ന്. അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി.